രാജസ്ഥാനിൽ ജോലി ചെയ്യുന്ന BSF ജവാൻ സാമുവൽ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. 58-കാരനായ സാമുവൽ പൂർണ്ണ സർവീസോടെ അടുത്ത വർഷം വിരമിക്കാനിരിക്കുകയായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് രാജസ്ഥാനിൽ നിന്ന് ബന്ധുക്കൾക്ക് കിട്ടിയ വിവരം. ഇതിനു പിന്നാലെയാണ് മരണമെന്നും അറിയാൻ കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. 3 ദിവസം മുൻപ് മാത്രം മരിച്ചയാളുടെ മൃതദേഹം തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാകുന്നത് എങ്ങനെയെന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. കൊച്ചിച്ചൻ്റെ ഒരു മുഖഭാവമോ ഒന്നുമില്ലാതെ വളരെ ജീർണിച്ച അവസ്ഥയിലാണ് ബോഡി കണ്ടത്. ഈ കാരണത്താൽ ഞങ്ങൾക്ക് ആ ബോഡി ഏറ്റെടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇത് പരേതനായ ശാമുവലിൻ്റെ ഭാര്യരോടും മക്കളോടും ഇങ്ങനെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊച്ചിച്ചൻ്റെ മുഖവും ബോഡിയൊന്നും കാണാൻ പറ്റൂല എന്നുള്ള അവസ്ഥ പറഞ്ഞപ്പോൾ അവരൊരു കാരണത്താലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ആയതിനാൽ ഇത് അടിയന്തരമായിട്ട് ആവശ്യമായ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രിക്കും പൂവാർ SHOയ്ക്കും ഇന്നലെ രാത്രി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. സാമുവേലിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. BSF ജവാന്റെ മരണത്തിലെ ദുരൂഹതകൾ മാറ്റാൻ പൂവാർ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.